നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മെയ് മാസത്തിലെ ഒരു ഉച്ച സമയം, പക്ഷെ പുറത്ത് കഠിനമായ മഞ്ഞുവീഴ്ച. ജൂൺ മാസത്തിൽ പാടത്തെ വിളകളെല്ലാം മഞ്ഞു വീണ് നശിക്കുന്നു. ആകാശം എപ്പോഴും ഇരുണ്ട ചാര നിറത്തിൽ. ഇത് ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിലെ സീനല്ല. കൃത്യം 250 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടന്ന കാര്യമാണ്. 1816. ചരിത്രം ഇതിനെ വിളിക്കുന്നത് സൂര്യൻ ഉദിക്കാത്ത വർഷം, അല്ലെങ്കിൽ 816 പട്ടിണി വർഷം എന്നാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് വേനൽക്കാലം അപ്രത്യക്ഷമായത്? ഇതിൻ്റെ ഉത്തരം തേടി നമ്മൾ പോകേണ്ടത് ഇന്തോനേഷ്യയിലെ മൗണ്ട് ടംബോറ എന്ന അഗ്നിപർവ്വതത്തിലേക്കാണ്. 1815 ഏപ്രിലിലെ മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനം അവിടെ സംഭവിച്ചു. ആ സ്ഫോടനത്തിൻ്റെ ഫലമായി ടൺ കണക്കിന് സൾഫർ ഡയോക്സൈഡും ചാരവുമാണ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നത്. ഇത് ആകാശത്തൊരു വലിയ പുതപ്പ് പോലെ പടർന്ന് സൂര്യപ്രകാശത്തെ ഭൂമിയിൽ എത്താതെ തടഞ്ഞു. അടുത്ത വർഷം, അതായത് 1816 ആയപ്പോഴേക്കും ലോകം അതിൻ്റെ ഭീകരത അറിഞ്ഞു തുടങ്ങി. അമേരിക്കയിലും യൂറോപ്പിലും ജൂൺ മാസത്തിൽ പോലും അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടായി. കൃഷിഭൂമികൾ നശിച്ചു. ഭക്ഷണത്തിന് വകയില്ലാതെ ജനങ്ങൾ തെരുവിലിറങ്ങി. ചൈനയിൽ കഠിനമായ വെള്ളപ്പൊക്കമുണ്ടായി. ഇന്ത്യയിൽ കാലവർഷം തെറ്റുകയും കോളറ പടർന്നു പിടിക്കുകയും ചെയ്തു. ആഹാര സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ആളുകൾ കുതിരകളെയും വളർത്തുമൃഗങ്ങളെയും വരെ ഭക്ഷണമാക്കാൻ നിർബന്ധിതരായി. പക്ഷേ ഈ ഇരുണ്ട വർഷം ലോകത്തിന് വലിയ മാറ്റങ്ങളും നൽകി. സ്വിറ്റ്സർലൻഡിൽ അവധി ആഘോഷിക്കാൻ പോയ ഒരു കൂട്ടം സുഹൃത്തുക്കൾ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര മോശം കാലാവസ്ഥ കാരണം വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നു. ആ ഇരുണ്ട അന്തരീക്ഷത്തിൽ ബോറടിക്കാതിരിക്കാൻ അവരോരോ പേടിക്കഥകൾ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മേരി ഷെല്ലി ലോക പ്രശസ്തമായ ഫ്രാങ്കൻസ്റ്റീൻ എന്ന നോവൽ എഴുതുന്നത്. അതുപോലെ തന്നെ കുതിരകൾക്ക് ഭക്ഷണം നൽകാൻ കഴിയാതെ വന്നപ്പോഴാണ് യാത്ര ചെയ്യാൻ മറ്റൊരു മാർഗമെന്ന നിലയിൽ സൈക്കിൾ കണ്ടുപിടിക്കപ്പെടുന്നതും. പ്രകൃതിയുടെ ഒരു ചെറിയ മാറ്റം പോലും മനുഷ്യരാശിയെ എത്രത്തോളം തളർത്തുമെന്ന് തെളിയിച്ച വർഷമായിരുന്നു 1816. സാങ്കേതിക വിദ്യ ഇത്രയൊന്നും വളരാത്ത കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടിണിയും രോഗവും കൊണ്ട് മരിച്ചു വീണത്. പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ ഇന്നും വെറും നിസ്സാരനാണെന്ന് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.